ഹലോ കൂട്ടുകാരെ. അപ്പോ ടോംസ് എഫ് എസ് ഒ ഫുഡ് സേഫ്റ്റി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് ഫുഡ് സേഫ്റ്റി ആക്ട് 2006 അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി FSSA എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ഡേറ്റുകൾ പറയുന്നുണ്ട്. ആ ഡേറ്റിനെ പറ്റിയാ പറയുന്നത്. ആദ്യം പറയുന്നത് അത് സൈൻ ചെയ്ത വർഷം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരാള് സൈൻ ചെയ്യുന്നത് എപ്പോഴാ? നമ്മൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കർത്തവ്യത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. ഇപ്പോ ശ്രീലക്ഷ്മി ഒക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് പച്ച മഷി പേനയൊക്കെ എടുത്തിട്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിട്ട് ആദ്യത്തെ ദിവസം ശ്രീലക്ഷ്മി എന്നുള്ള പേര് എഴുതാൻ സൈൻ ചെയ്യാൻ പോവാ. ശ്രീലക്ഷ്മി ആദ്യം ഇങ്ങനെ പോലെ വരച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ പേന ഇങ്ങനെ തെറിച്ചങ്ങ് പോകും. തെറിച്ച് പോയിട്ട് നമ്മുടെ ഓഫീസറിന്റെ നേരെ മടിയിലോട്ട് വീഴും. എന്നിട്ട് ഫുള്ള് മഷി സ്പ്രെഡ് ആവും. അപ്പൊ എന്ത് ചെയ്യും ഓഫീസർ? ശ്രീലക്ഷ്മിയോട് ഗെറ്റ് ഔട്ട്, ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയാം. അപ്പൊ ശ്രീലക്ഷ്മിയുടെ ലൈഫ് എന്തായി? 3G ലൈഫായി. പാവ ശ്രീലക്ഷ്മി. അപ്പൊ 23rd കിട്ടിയ നിങ്ങൾക്ക് 23rd കിട്ടി. അപ്പൊ ശ്രീലക്ഷ്മി ഓ ഇനി വയ്യ. ഓ എന്താണ് ഈ ഓഗസ്റ്റ് 23rd കിട്ടിയേ. പിന്നെ പറയുന്നത് വർഷമാണ്. ശ്രീലക്ഷ്മിയുടെ ലൈഫ് മൊത്തം 3G ലൈഫ് ആയതുകൊണ്ട് 3 വർഷം കഴിയുമ്പോഴാണ് PSC വിളിക്കുന്നത്. അപ്പൊ 2006 കിട്ടും, 2006. അപ്പൊ 23rd August 2006 കിട്ടും. അന്നാണ് ഇത് സൈൻ ചെയ്തത്. എന്നാ പാസ്സാവുന്നത് വളരെ നല്ല ക്ലാസ്സുകളും കോഡുകളും വെച്ച് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായതുകൊണ്ടും അതുപോലെ തന്നെ ലൈവായിട്ട് ആക്റ്റീവ് ക്ലാസ്സിന് ടോംസ് FSOയിൽ വന്നുകൊണ്ട് ശ്രീലക്ഷ്മി പിറ്റേ ദിവസം തന്നെ പാസ് ഔട്ട് ആവും. അതാണ് വളരെ പെട്ടെന്നാ പാസ്സായത്. അതാണ് 24 ഓഗസ്റ്റ് 2006. ഇനി പറയുന്ന എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒരു സാധനം എസ്റ്റാബ്ലിഷ് ആവണമെങ്കിൽ സപ്പോസ് നിങ്ങൾ ഒരു ക്ലിനിക്ക് ഇട്ടോ, ഡോക്ടേഴ്സ് ഒക്കെ കാണുമല്ലോ ഈ വീഡിയോ കാണുന്ന. അപ്പൊ നിങ്ങൾ ക്ലിനിക്ക് ഇട്ടാല് ഒറ്റയടിക്ക് ഇന്ന് ക്ലിനിക്ക് ഇട്ടു നാളെ എസ്റ്റാബ്ലിഷ് ആവത്തില്ല. അപ്പൊ നിങ്ങൾക്ക് മിനിമം ഒരു 2 വർഷമെങ്കിലും വേണം. അപ്പൊ നിങ്ങൾ പാസ്സായത് എന്നാ? 2006. അപ്പൊ 2008 നിങ്ങൾ ക്ലിനിക്ക് ഇട്ട. ക്ലിനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന എന്താ? ഷേക്ക് ഹാൻഡ് കൊടുക്കും. നിങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോ കയ്യിൽ എത്ര വിരലുകളുണ്ട്? 5 അല്ലേ? അപ്പൊ 5th കിട്ടിയോ? പക്ഷെ നിങ്ങൾ പാസ് ഔട്ട് ആയിട്ട് നിങ്ങൾക്കൊരു പ്രത്യേകത, എല്ലാത്തിനും നിങ്ങൾക്ക് പിന്നീടുള്ള വർഷം. അപ്പൊ 5th സെപ്റ്റംബർ ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ 5th സെപ്റ്റംബർ 2008 ആണ് ഇത് എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്നാല് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, ഈ പറയുന്ന ഫുഡ് സേഫ്റ്റി ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ആയത് എന്നാണ് ഇത് നിലവിലെ ഫോഴ്സ് ആയത് അല്ലെങ്കിൽ നിലവിൽ വന്നത്. അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ഫോഴ്സ് എന്ന് പറയുമ്പോഴേ നമ്മൾ ആരെങ്കിലും തള്ളുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ തള്ളാൻ പോവാ. നിങ്ങൾ ഒരാളെ തള്ളുന്ന ഇങ്ങനെയല്ലേ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട്? 5 വിരലുണ്ട്. അപ്പൊ 5 കിട്ടും. ഓ നമ്മൾ തള്ളം ഇങ്ങനെ നിലവിളിക്കുക ഓ. അപ്പൊ ആ ഓ ആണ് ഓഗസ്റ്റ് 5 കിട്ടി. ഓഗസ്റ്റ് 5. അതുപോലെ 2011 കിട്ടണം. നിങ്ങൾ കുംഫും കരാട്ടെ പഠിച്ച വ്യക്തികൾ ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും. ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് എത്ര കിട്ടി? 11 കിട്ടി. 2011 കിട്ടും. അങ്ങനെയാണ് നിങ്ങൾക്ക് 2011 കിട്ടുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവിടെ ന്യൂമറിക്കൽസ് വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് ആദ്യം എത്ര പാഠങ്ങൾ പഠിക്കണമെന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ഓൺ FSSAI. ഫുഡ് സേഫ്റ്റി ആക്ടില് നിങ്ങൾക്ക് എത്ര പാഠം പഠിക്കണം എന്നുണ്ട്. അത് 1, 2 ആണ്. നിങ്ങൾക്ക് എങ്ങനെ 1ഉം 2ഉം കിട്ടും? സിമ്പിൾ. നിങ്ങൾ സാധാരണ ഒരു ക്ലാസ് ഞാൻ വിളിക്കുമ്പോൾ, സാർ ഒരു സെക്കൻഡ് ഞാൻ 1ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നിങ്ങൾ പോകും. ആദ്യം 1ന് പോയി, കുറച്ച് കഴിയുമ്പോൾ സാർ വയറിന് തീരെ വയ്യ 2ന് പോയിട്ട് വരാം. അപ്പൊ 1ഉം 2ഉം ചേർന്ന് 12 കിട്ടുവേ. 12 ചാപ്റ്റേഴ്സ് കിട്ടുവേ. കിട്ടുമോ? അങ്ങനെയാണ് 12 ചാപ്റ്റേഴ്സ് കിട്ടുന്നത്. അതുപോലെ അതിൻ്റെ അകത്ത് സെക്ഷനുകൾ പറയുന്നുണ്ട്. എത്ര സെക്ഷനുകളാണ്? 101 സെക്ഷൻ. എങ്ങനെ 101 കിട്ടും? ദാ നിങ്ങൾക്ക് കാണുന്നില്ലേ? 1 ഒരു വട്ടം 1, 101 സെക്ഷന് കിട്ടും. അപ്പൊ 101 സെക്ഷൻ എന്ന് കിട്ടുമല്ലോ. പിന്നെ 2 ഷെഡ്യൂൾ എന്ന് കിട്ടും.
എങ്ങനെ 2 ഷെഡ്യൂൾ കിട്ടും? നിലവില് ദൈവം സഹായിച്ച് നിങ്ങൾക്കറിയാം എനിക്ക് രണ്ട് സമയത്താണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഒന്ന് രാത്രി 9 to 10 11, അല്ലെങ്കിൽ രാവിലെ 5 to 7. അപ്പൊ എനിക്ക് 2 ഷെഡ്യൂളാണുള്ളത്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ആക്ടിനും 2 ഷെഡ്യൂളാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞേക്കുന്ന ഫുഡ് സേഫ്റ്റി ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കുറച്ച് നമ്പറുകളാണ്. എങ്ങനെ ഡേറ്റ് ഓർക്കും, എങ്ങനെ നമ്പർ ഓർക്കും, അതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ബൈ.